ഈ ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് എന്താണെന്നും അതിന്റെ ക്ലാസിഫിക്കേഷനും സൈറ്റ് സെലക്ഷൻ ക്രൈറ്റീരിയയും ടൈപ്സ് ഓഫ് അക്വഡക്ട്സ് സൈഫൺ അക്വഡക്ട്സ് എല്ലാം മോഡ്യൂൾ 2-ലാണ് പഠിച്ചത്. ഇനി ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് എന്നുള്ള ഈ സബ്ജക്റ്റിൽ നമുക്ക് ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് പഠിക്കാനുണ്ട്. അതായത് ഡിസൈൻ ചെയ്യാൻ പഠിച്ചിട്ട് അതിന്റെ ഡ്രോയിങ്ങും കൂടെ വരയ്ക്കണം. സോ ആ ഭാഗം വരുന്നത് മോഡ്യൂൾ 3-ലാണ്. അപ്പോൾ ക്രോസ് ഡ്രെയിനേജ് വർക്ക്സിന്റെ തിയറി പാർട്ടെല്ലാം നമ്മൾ മോഡ്യൂൾ 2-ൽ പഠിച്ചിട്ട് അതിന്റെ ഡിസൈൻ 6 ഡിസൈനിനകത്ത് 2 ഡിസൈൻ എന്ന് പറയുന്നത് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സിന്റെ ഡിസൈൻ ആണ്. അതിനകത്ത് അക്വിഡക്റ്റിന്റെയും സൈഫൺ അക്വിഡക്റ്റിന്റെയും ഡിസൈൻ പഠിക്കണം. So first design from module 3 is design of aqueduct. അതിന്റെ സ്റ്റെപ്സ് ജനറൽ സ്റ്റെപ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് is maximum flood discharge. Step 1 maximum flood discharge. Aqueduct എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക് ആണ്? കനാൽ ബെഡ് ലെവൽ above drainage bed level and canal bed level above drainage HFL. Canal bed level above drainage bed level and canal bed level above drainage HFL. So first step എന്ന് പറയുന്നത് maximum flood discharge കണ്ടുപിടിക്കാനുള്ളതാണ് first step. So, the high flood discharge for smaller drains may be worked out by empirical formula. Smaller drains ആണെങ്കിൽ നമുക്ക് high flood discharge എങ്ങനെ കണ്ടുപിടിക്കാം? empirical formula ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ചെറിയ drains ആണെങ്കിൽ empirical formula ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. Whereas ലാർജ് ഡ്രെയിൻസ് ആണെങ്കിൽ ഹൈഡ്രോഗ്രാഫ് അനാലിസിസ് ഉപയോഗിക്കണം. ലാർജ് ഡ്രെയിൻസ് ആണെങ്കിൽ ഹൈഡ്രോഗ്രാഫ് അനാലിസിസ് ഉപയോഗിക്കണം. സോ ദീസ് ആർ ദ മെത്തേഡ്സ് ടു ഫൈൻഡ് ഔട്ട് മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജ്. ഈ ഡിസൈൻ സ്റ്റെപ്സ് ഒക്കെ പറയുന്നെങ്കിലും ഡിസൈൻ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. സോ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ, ഡ്രെയിനിലുള്ള മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജ്. വലിയ ഡ്രെയിൻ ആണോ ചെറിയ ഡ്രെയിൻ ആണോ എന്നുള്ളതനുസരിച്ച് മെത്തേഡ് മാറും. ചെറിയ ഡ്രെയിൻസിനൊക്കെ നമുക്ക് എംപിരിക്കൽ ഫോർമുല യൂസ് ചെയ്യാം. വലിയ ഡ്രെയിനിനാണെങ്കിൽ ഹൈഡ്രോഗ്രാഫ് അനാലിസിസ് വേണം. Now, step 2 is fixing waterway requirement for aqueduct. Fixing waterway requirement for aqueduct. Aqueductന്റെ waterway requirement എങ്ങനെ ഫിക്സ് ചെയ്യാം? സോ ഡ്രെയിനിന്റെ വാട്ടർവേ നമ്മൾ ലേസീസ് ഇക്വേഷൻ ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ലേസീസ് ഇക്വേഷൻ യൂസ് ചെയ്യും. We use Lacy's equation to fix the waterway for drain. Lacy's equation യൂസ് ചെയ്താണ് waterway for drain ഫിക്സ് ചെയ്യുന്നത്. Equation is P is equal to 4.75 root Q. P is equal to 4.75 root Q, where Q is the discharge. Q എന്ന് പറയുന്നത് discharge in meter cube per second and P is the wetted perimeter. ഇങ്ങനെയാണ് വാട്ടർവേ ഫിക്സ് ചെയ്യുന്നത്. ഡ്രെയിനിന്റെ വാട്ടർവേ ഫിക്സ് ചെയ്യാൻ ലേസീസ് ഇക്വേഷൻ ആണ് എംപ്ലോയ് ചെയ്യുന്നത്. ആൻഡ് ദി ഇക്വേഷൻ ഇസ് P is equal to 4.75 root Q. In case of wide drains, wetted perimeter may be approximately taken equal to width of drain and hence equal to the waterway required. അപ്പോൾ wide drains ആണെങ്കിൽ P is equal to width of drain equal to waterway required. Wide drains ആണെങ്കിൽ width of drain തന്നെ P ആയിട്ട് എടുക്കാം. അത് തന്നെ waterway required ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. So ആ കേസിൽ no extra provisions is provided for space occupied by piers
ഇവിടെ നമ്മൾ പിയറിന് വേണ്ടി എക്സ്ട്രാ പ്രൊവിഷൻ ഒന്നും കൊടുക്കുന്നില്ല. നോ പ്രൊവിഷൻ for space occupied by peers. ഈ അക്വഡക്റ്റ് പിയേഴ്സ് ഉപയോഗിച്ചാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ വൈഡ് റേഞ്ചിന്റെ കേസിൽ പിയർ ഒക്യുപ്പൈ ചെയ്യുന്ന സ്പേസിനൊന്നും നമ്മൾ പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. വിഡ്ത്ത് ഓഫ് ഡ്രെയിൻ തന്നെ വിഡ്ത്ത് ഓഫ് വാട്ടർ വേ വിഡ്ത്ത് റിക്വയർഡും അത് തന്നെയാണ് വെറ്റഡ് പെരിമീറ്റർ എന്ന് പറഞ്ഞാണ് എടുക്കുന്നത്. ഇനി സ്മോൾ ഡ്രെയിൻസ് ആണെങ്കിൽ ചെറിയ ഡ്രെയിൻസ് ആണെങ്കിലോ എങ്ങനെയാണ്? വിഡ്ത്ത് ഓഫ് വാട്ടർ വേ പ്രൊവൈഡഡ് സോ അഡ്ജസ്റ്റഡ് ടു പ്രൊവൈഡ് റിക്വയർഡ് മിനിമം ഓഫ് 0.8 p. അതായത് പിയറിനുള്ള പ്രൊവിഷനും കൂടെ കൊടുത്തിട്ട് നമുക്ക് വേണ്ടത് പി ആണെങ്കിൽ അതിന്റെ ഒരു 80% എങ്കിലും വാട്ടർ വേ വിട്ടായിട്ട് കിട്ടുന്ന വിധത്തിൽ വേണം പ്രൊവൈഡ് ചെയ്യാൻ. സോ based on clear waterway, suitable number of bays or spans is decided. So clear waterway വെച്ചിട്ടാണ് നമ്മൾ സ്പാൻസ് ഡിസൈഡ് ചെയ്യുന്നത്. സ്പാൻസ് ഡിസൈഡ് ക്ലിയർ വാട്ടർവേ ബേസ് ചെയ്താണ് നമ്മൾ സ്പാൻസ് അല്ലെങ്കിൽ ബേസ് ഡിസൈഡ് ചെയ്യുന്നത്. അത് അക്വഡക്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ പിയർ കൊടുക്കും. അപ്പൊ പിയറിന്റെ പ്രൊവിഷൻ ഒക്കെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ പി ആണ് നമുക്ക് വേണ്ടതെങ്കിൽ അതിന്റെ ഒരു 80% എങ്കിലും പിയർ കഴിഞ്ഞിട്ട് നമുക്ക് ക്ലിയർ വാട്ടർവേ ആയിട്ട് ഉണ്ടായിരിക്കണം. അതാണ് ഈ പറയുന്നത്. ചെറിയ ഡ്രെയിൻസിന്റെ ഒക്കെ കേസിൽ പിയർ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വാട്ടർവേ ഒരു 80% ഓഫ് റിക്വയർഡ് പി ഉണ്ടായിരിക്കണം. എന്നിട്ട് ക്ലിയർ വാട്ടർവേ ബേസ് ചെയ്താണ് നമ്മൾ സ്പാൻസ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത്. Now step 3. Step 3 is fluming of canal. Step 3 is fluming of canal. ഈ fluming എന്ന് വെച്ചാൽ ഈ width reduce ചെയ്യുന്നതിനെയാണ് fluming എന്ന് പറയുന്നത്. The contraction or reduction of waterway of canal will reduce the length of barrels and width of aqueduct. ഈ flume ചെയ്യാന്ന് പറഞ്ഞാൽ ഈ width കുറയ്ക്കുന്നതിന് ഈ fluming എന്ന് പറയുന്നത്. ഈ ഫ്ലൂമിങ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇഫ് യു ആർ കോൺട്രാക്ടിങ് ഓർ റെഡ്യൂസിങ് ദ വാട്ടർവേ ഓഫ് കനാൽ ഇറ്റ് വിൽ റെഡ്യൂസ് ദ ലെങ്ത് ഓഫ് ബാരൽസ് ആൻഡ് വിഡ്ത്ത് ഓഫ് ആക്വിഡക്ട്. ഫ്ലൂമിങ് കൊടുത്തു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ബാരൽ ആൻഡ് വിഡ്ത്ത് ഓഫ് ആക്വിഡക്ട് can be reduced. നമ്മൾ കനാലിനെ ഫ്ലൂം ചെയ്യുവാണെങ്കിൽ അക്വഡക്റ്റിന്റെ വിഡ്ത്തും ലെങ്ത് ഓഫ് ബാരൽസും കുറയും. അങ്ങനെ hence for economical consideration canal is usually flumed. So economical considerationsന് വേണ്ടിയാണ് കനാൽ നമ്മൾ ഫ്ലൂം ചെയ്യുന്നത്. And maximum fluming is governed by the extent velocity in the barrel or trough remains subcritical, that is of the order of 3 meter per second. നമ്മൾ ഫ്ലൂമിങ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബാരലിലോ ട്രഫിലോ ഉള്ള വെലോസിറ്റി 3 മീറ്റർ പെർ സെക്കൻഡിന് അകത്തായിരിക്കണം. വെലോസിറ്റി മസ്റ്റ് ബി സബ്ക്രിട്ടിക്കൽ. That is less than or equal to 3 meter per second. നമ്മൾ ഫ്ലൂം ചെയ്യുന്നതിന്റെ എക്സ്റ്റെന്റ് എങ്ങനെയായിരിക്കും? ഈ ട്രഫിലോ ബാരലിലൂടെ ഉള്ള വെലോസിറ്റി സബ് ക്രിട്ടിക്കൽ ആയിട്ട് റിമെയിൻ ചെയ്യണം. ദാറ്റ് ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് 3 മീറ്റർ പെർ സെക്കൻഡ്. 3 മീറ്റർ പെർ സെക്കൻഡിന്റെ അകത്ത് വെലോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യത്തക്ക വിധത്തിൽ വേണം നമ്മൾ ഫ്ലൂമിങ് പ്രൊവൈഡ് ചെയ്യാൻ. ഇനി ഒരുപാട് ഫ്ലൂമിങ് കൊടുത്തു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കൂടും. ഗ്രേറ്റർ ഫ്ലൂമിങ് ആണെങ്കിൽ more length of transition. അതായത് കനാലിന് ആക്ച്വലി ഒരു വിഡ്ത്ത് ആണ്.
എന്നിട്ട് അക്വഡക്റ്റിന്റെ പോർഷൻ വരുമ്പം കനാലിന്റെ വിഡ്ത്ത് കുറച്ച് കൊടുക്കും. അത് നമുക്ക് ഇപ്പൊ 20 മീറ്റർ വിഡ്ത്തുള്ള കനാലിനെ ഫ്ലൂം ചെയ്ത് 10 മീറ്റർ ആക്കുവാണെന്ന് പറഞ്ഞാൽ നമുക്ക് 20 ഡയറക്ട്ലി 10 ആക്കാൻ പറ്റില്ല. സോ അത് നമ്മൾ അതിന്റെ ഇടയിൽ എന്ത് ചെയ്യുന്നു, നോർമൽ കനാൽ വിഡ്ത്തിൽ നിന്ന് ഫ്ലൂംഡ് വിഡ്ത്തിലോട്ട് കൊടുക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ ട്രാൻസിഷൻ കൊടുക്കേണ്ടി വരും. 20 10 വരെ ഡയറക്റ്റ് മാറ്റാതെ നമ്മൾ ഒരു ട്രാൻസിഷൻ കൊടുക്കും. അപ്പൊ ഫ്ലൂമിങ് കൂടുന്നതനുസരിച്ച് ട്രാൻസിഷന്റെ ലെങ്ത് കൂടും. ഫ്ലൂമിങ് കൂടുന്നതനുസരിച്ച് ട്രാൻസിഷന്റെ ലെങ്ത് കൂടും. Next is Heinz method of design of transition. Heinz method of design of ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ പല സെക്ഷനിൽ വരുന്ന ഹെഡ് ലോസും ബെഡ് ലെവലും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അക്വിഡക്റ്റിനെ പറഞ്ഞു, അക്വിഡക്റ്റിന് ഒരു നോർമൽ വിഡ്ത്ത് ഉണ്ട്. സോ ഇങ്ങനെയാണ് അതിന്റെ ഫ്ലോ. അക്വിഡക്റ്റിന് ഒരു നോർമൽ വിഡ്ത്ത് ഉണ്ട്, ഇതാണ് അതിന്റെ ഫ്ലോ ഡയറക്ഷൻ. അപ്പൊ നോർമൽ ഇത് അപ്സ്ട്രീം, ഓക്കെ, ഫ്ലോ വരുന്നത് അപ്സ്ട്രീമിൽ നിന്ന്. നമ്മൾ അതിൽ നിന്ന് കുറച്ച് ഫ്ലൂം ചെയ്യുവാണ്. അതിന് അക്വഡക്റ്റ് വരുമ്പോൾ നോർമൽ കനാലിന്റെ വിഡ്ത്തിൽ നമ്മൾ ഫ്ലൂം ചെയ്യുന്നു. നോർമൽ കനാൽ വിഡ്ത്തിൽ നിന്ന് നമ്മൾ ഫ്ലൂംഡ് വിഡ്ത്തിലോട്ടാണ് അക്വഡക്റ്റിന് കനാൽ വിഡ്ത്ത് നമ്മൾ ഫ്ലൂം ചെയ്ത് കൊടുക്കും. സോ നമ്മൾ ഫ്ലൂം ചെയ്യണമെങ്കിൽ നോർമൽ വിഡ്ത്തിൽ നിന്ന് ഫ്ലൂംഡ് വിഡ്ത്തിലോട്ട് വരുന്നതിന്റെ ഇടയ്ക്ക് ഈ സ്ലോപ്പ് പോലെ വരച്ചിരിക്കുന്നത്, ഇത് സ്ട്രെയിറ്റ് ലൈൻ അല്ല, ആക്ച്വലി അത് സ്മൂത്ത് കർവ് പോലെ ആയിരിക്കും. ഈ സ്ലോപ്പിംഗ് ആയിട്ട് വരച്ചിരിക്കുന്ന രണ്ട് ലൈൻ, അതാണ് ട്രാൻസിഷൻ എന്ന് പറയാം. അത് കഴിഞ്ഞ് ഫ്ലൂംഡ് വിഡ്ത്ത്, അത് കഴിഞ്ഞ് വീണ്ടും ട്രാൻസിഷൻ, അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും നോർമൽ വിഡ്ത്ത്. അപ്പൊ ഈ സെക്ഷൻ, ഈ സെക്ഷൻ, ഈ സെക്ഷൻ, ഇങ്ങനെ 4 സെക്ഷൻ ഉണ്ട്. സെക്ഷൻ 1 1, 2 2, 3 3 and 4 4. ഇതാണ് ഫ്ലോ ഡയറക്ഷൻ. ദിസ് ഈസ് ഡൗൺ സ്ട്രീം. ഇനി നമ്മൾ ഈ ഹൈൻസ് മെത്തേഡ് ഓഫ് ട്രാൻസിഷൻ നമുക്ക് ഈ ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും ഫ്ലോ ടേക്സ് പ്ലേസ് ഫ്രം സെക്ഷൻ 1 to section 4. ഫ്ലോ ടേക്സ് പ്ലേസ് ഫ്രം സെക്ഷൻ 1 to section 4. പക്ഷെ നമ്മൾ ഈ ട്രാൻസിഷൻ ഡിസൈൻ ഓഫ് ട്രാൻസിഷൻ ചെയ്യുമ്പോൾ സെക്ഷൻ 4 നിന്ന് സെക്ഷൻ 1 ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് നോക്കിക്കേ, 2 ടൈപ്പ് ഓഫ് ട്രാൻസിഷൻ കാണാം. 1 to 2 ഒരു ട്രാൻസിഷൻ, 3 to 4 ഒരു ട്രാൻസിഷൻ. ഫ്രം സെക്ഷൻ 1 to section 2 ക്രോസ് സെക്ഷൻ എങ്ങനെയാണ്, കുറയുവാണ്. അതുകൊണ്ട് തന്നെ ഈ അപ്സ്ട്രീമിലെ ട്രാൻസിഷനെ കോൺട്രാക്ഷൻ ട്രാൻസിഷൻ എന്നും, ഫ്രം 3 to 4 സെക്ഷൻ വലുതാവുകയാണ്, അതിനെ എക്സ്പാൻഷൻ ട്രാൻസിഷൻ എന്നും വിളിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്ലോ ടേക്സ് പ്ലേസ് ഫ്രം സെക്ഷൻ 1 to section 4, ബട്ട് അനാലിസിസ് നമ്മൾ, അതായത് ഡിസൈൻ ഓഫ് ട്രാൻസിഷൻ, ഈ ഹൈൻസ് മെത്തേഡ് ഓഫ് ഡിസൈൻ ഓഫ് ട്രാൻസിഷൻ എന്താണ്, ഹെഡ് ലോസും ബെഡ് ലെവൽസും കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഹൈൻസ് മെത്തേഡ് ഓഫ് ഡിസൈൻ ഓഫ് ട്രാൻസിഷൻ യൂസ് ചെയ്യുന്നത്. ഇതില് ഫ്ലോ 1 to 4 ആണെങ്കിലും ഈ മെത്തേഡിൽ നമ്മൾ അനാലിസിസ് നടത്തുമ്പോൾ 4 to 1 ആണ് അനാലിസിസ് നടത്തുന്നത്. ഓക്കെ, 1 to 4 ഫ്ലോ ഡയറക്ഷനും, പക്ഷെ അനാലിസിസ് ചെയ്യുന്ന ഡയറക്ഷൻ ഫ്രം 4 to 1. ഓരോ സെക്ഷനിലെയും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോ സെക്ഷൻ 4 എടുക്കാം. ഫസ്റ്റ് നമുക്ക് സെക്ഷൻ 4 എടുക്കാം. എല്ലാം പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. സെക്ഷൻ 4 ബെഡ് ലെവൽ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. സെക്ഷൻ 4 RL ഓഫ് കനാൽ ബെഡ് എന്ന് പറയുന്നത് ഗിവൺ ആയിരിക്കും. ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്ന വാല്യൂ ആണ് സെക്ഷൻ 4 കനാലിന്റെ ബെഡ് ലെവൽ. ഇനി അവിടുത്തെ ഡെപ്തിനെ നമുക്ക് y4 എന്ന് വിളിക്കാം. അവിടുത്തെ ഡെപ്ത് y4 എന്ന് വിളിക്കാം. സോ അവിടുത്തെ FSL എന്ന് പറയുന്നത്, ആ സെക്ഷനിലെ FSL എന്ന് പറയുന്നത് RL ഓഫ് ബെഡ് പ്ലസ് y4. മാക്സിമം ലെവൽ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ബെഡ് ലെവൽ പ്ലസ് ഡെപ്ത്. സോ FSL at section 4 is RL of bed plus y4. അവിടുത്തെ ടോട്ടൽ എനർജി ലെവൽ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, FSL പ്ലസ് വെലോസിറ്റി ഹെഡ് V4 square by 2g.
സോ സെക്ഷൻ 4 ടോട്ടൽ എനർജി ലൈൻ എന്ന് പറയുന്നത് FSL പ്ലസ് V4 സ്ക്വയർ ബൈ 2G. ഇനി നമുക്ക് സെക്ഷൻ 3 എടുക്കാം. സെക്ഷൻ 3 വരുമ്പോൾ ഫ്രം 4 to 3 എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഒരു എക്സ്പാൻഷൻ, ആക്ച്വലി 3 to 4 എക്സ്പാൻഷൻ ഉണ്ട്. 3 to 4 എക്സ്പാൻഷൻ ഉള്ളത് കൊണ്ട് ഫ്ലോ 3 നിന്ന് 4 പോകുമ്പോൾ എക്സ്പാൻഷൻ ഹെഡ് ലോസ് വരും. ഫ്ലോ 3 നിന്ന് 4 പോകുമ്പോൾ എക്സ്പാൻഷൻ ഹെഡ് ലോസ് വരും. ഡ്യൂ ടു എക്സ്പാൻഷൻ there is head loss. അപ്പോൾ എക്സ്പാൻഷൻ ഹെഡ് ലോസ് എത്രയായിരിക്കും? Expansion head loss will be 0.3 V3 square minus V4 square by 2G. V3 square minus V4 square by 2G. 0.3 times V3 square minus V4 square by 2G ആയിരിക്കും സെക്ഷൻ 3 വരുന്ന എക്സ്പാൻഷൻ ഹെഡ് ലോസ്. അപ്പോൾ അവിടുത്തെ ടോട്ടൽ എനർജി ലെവൽ എത്രയായിരിക്കും? നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ട്, ഒരു സെക്ഷനിൽ നിന്ന് അടുത്ത സെക്ഷനിലോട്ട് പോകുമ്പോഴാണ് ഹെഡ് ലോസ് സംഭവിക്കുന്നത്. അതായത് ഫ്ലോ 3 to 4 ആണെങ്കിൽ 3 എനർജി മൈനസ് എക്സ്പാൻഷൻ ഹെഡ് ലോസ് ചെയ്യുമ്പോഴാണ് 4 ടോട്ടൽ എനർജി കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ എനർജി അറ്റ് 3 എന്തായിരിക്കും? ടോട്ടൽ എനർജി അറ്റ് 4 പ്ലസ് എക്സ്പാൻഷൻ. ഈ 3 എക്സ്പാൻഷൻ ഹെഡ് ലോസും കൂടെ ഉണ്ട്. 4 വരുമ്പോഴത്തേക്കും എനർജി ഇത്രയും ടൈംസ് കുറയും. 3 ഉണ്ടായിരുന്ന എനർജിയിൽ നിന്നും എക്സ്പാൻഷൻ ഉണ്ടാകുന്ന കാരണമുള്ള ഹെഡ് ലോസ് കുറയ്ക്കുമ്പോഴാണ് 4 എനർജി കിട്ടുന്നത്. അപ്പൊ 4 എനർജി അറിയാമെങ്കിൽ 3 എനർജി ലെവൽ എങ്ങനെ കണ്ടുപിടിക്കും? TL is equal to TEL at 4 plus expansion head loss. 3 നിന്ന് 4 പോകുമ്പോഴാണ് എക്സ്പാൻഷൻ ഹെഡ് ലോസ്. അപ്പൊ 4 എനർജിയുടെ കൂടെ എക്സ്പാൻഷൻ ഹെഡ് ലോസും കൂടെ ആഡ് ചെയ്യുമ്പോൾ T3 എനർജി ലെവൽ കിട്ടും. So TL at 3 is equal to TL at 4 plus expansion head loss. ഇനി FSL എത്ര വരും? FSL will be TEL minus V3 square by 2G. FSL ന്റെ കൂടെ വെലോസിറ്റി ഹെഡ് ആഡ് ചെയ്തപ്പോൾ TL. അപ്പോൾ FSL എങ്ങനെ കിട്ടും? TL minus വെലോസിറ്റി ഹെഡ്. സെക്ഷൻ 4 ചെയ്തതിന്റെ റിവേഴ്സ് ആയിരിക്കും ബാക്കിയുള്ള സെക്ഷൻസിലെല്ലാം. സോ FSL is equal to TL minus V3 square by 2G. ഇനി ബെഡ് ലെവൽ. ബെഡ് ലെവൽ എന്ന് പറയുന്നത് FSL മൈനസ് ഡെപ്ത്. FSL മൈനസ് ഡെപ്ത്. RL ഓഫ് ബെഡ് അല്ലെങ്കിൽ ബെഡ് ലെവൽ എന്ന് പറയുന്നത് FSL മൈനസ് ഡെപ്ത്. ഇനി നമുക്ക് സെക്ഷൻ 2 എടുക്കാം. സെക്ഷൻ 2 എന്ന് പറയുമ്പോൾ ഫ്രം 3 to 2 ആണ് സെക്ഷൻ 2. സെക്ഷൻ 2 എന്താണ് നോക്കിയേ, ഫ്രം സെക്ഷൻ 2 to 3 അവിടെ എന്താണ് ക്രോസ് സെക്ഷൻ ഒന്നും മാറുന്നില്ല. സോ അവിടെ വരുന്ന ഹെഡ് ലോസ് എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഹെഡ് ലോസ് ആണ്. ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആണ് ഫ്രം സെക്ഷൻ 2 to 3 വരുന്നത്. അതിന്റെ ഫോർമുല Q square n square L by A square R raised to 4 by 3. So head loss due to friction is computed using the formula Q square n square L by A square R raised to 4 by 3. അപ്പോൾ TL എത്ര വരും? TL is equal to TEL at 3 plus head loss due to friction. 3 ടോട്ടൽ എനർജി ലെവൽ പ്ലസ് ഫ്രിക്ഷണൽ ഹെഡ് ലോസ് ചെയ്യുമ്പോൾ സെക്ഷൻ 2 ടോട്ടൽ എനർജി ലെവൽ കിട്ടും. ഇനി FSL എത്രയായിരിക്കും? TEL minus velocity head V2 square by 2G. അതുപോലെ RL of bed at section 2 എന്ന് പറയുന്നത് FSL minus by 2. FSL minus by 2. ഇനി നമുക്ക് സെക്ഷൻ 1 പോവാം. സെക്ഷൻ 1 നോക്കുമ്പോൾ 1 നിന്ന് 2 നോക്കുമ്പോൾ ക്രോസ് സെക്ഷൻ കുറയുന്നു. അപ്പൊ അവിടെ എന്താണ് കോൺട്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. കോൺട്രാക്ഷൻ ഹെഡ് ലോസ് ആണ് ഫ്രം 1 to 2. അപ്പൊ കോൺട്രാക്ഷൻ ഹെഡ് ലോസ് എത്രയാണ്? Contraction head loss is equal to 0.2 times
V1 square minus V2 square by 2G. So 1 നിന്ന് 2 കോൺട്രാക്ഷൻ. സോ 2 ടോട്ടൽ എനർജി ലെവലിന്റെ കൂടെ കോൺട്രാക്ഷൻ ഹെഡ് ലോസ് ആഡ് ചെയ്യുമ്പോൾ 1 ടോട്ടൽ എനർജി ലെവൽ കിട്ടും. TEL is equal to TEL at 2 plus contraction head loss. So TEL കിട്ടിക്കഴിഞ്ഞാൽ FSL will be equal to TEL minus velocity head and RL of bed level എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? FSL minus depth. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെക്ഷൻ 4 ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കനാൽ ബെഡ് ലെവൽ തന്നെ സെക്ഷൻ 4 ബെഡ് ലെവലായി എടുത്തുകൊണ്ട് നമ്മൾ ബെഡ് ലെവലിൽ നിന്ന് ഡെപ്തും കൂടെ ആഡ് ചെയ്യുമ്പോൾ FSL കിട്ടും. FSL നിന്ന് വെലോസിറ്റി ഹെഡ് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എനർജി കിട്ടും. അതിനുശേഷമുള്ള എല്ലാ സെക്ഷനിലും റിവേഴ്സ് ഓർഡറിൽ ചെയ്യണം. അതായത് ഏത് ഹെഡ് ലോസ് ആണോ വരുന്നത് ആ ഹെഡ് ലോസിനെ മുമ്പത്തെ സെക്ഷനിലെ TEL-ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ അതാത് സെക്ഷനിലെ TEL കിട്ടും. ആ TEL വാല്യൂവിൽ നിന്ന് വെലോസിറ്റി ഹെഡ് കുറയ്ക്കുമ്പോൾ V²/2G വാല്യൂ കുറയ്ക്കുമ്പോൾ FSL കിട്ടും. FSL നിന്ന് ഡെപ്ത് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? ബെഡ് ലെവല് കിട്ടും. Next is step 5. Design of transition. And the Heinz method ചെയ്തത് എനർജി ലോസും ബെഡ് ലെവലും കണ്ടുപിടിക്കാനാണ്. ഇനി നമ്മൾ ഡിസൈൻ ഓഫ് ട്രാൻസിഷൻ ചെയ്യാം. The transition is designed so as to provide smooth change from one section to other. ട്രാൻസിഷൻ നമ്മളൊരു സ്മൂത്ത് ചേഞ്ച് ഫ്രം വൺ സെക്ഷൻ ടു അതർ അത് കിട്ടാൻ വേണ്ടിയാണ് ട്രാൻസിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അപ്സ്ട്രീം ഓർ അപ്രോച്ച് വിങ്സ് ആർ ഗിവൺ 2:1 സ്പ്ലേ ആൻഡ് ഡൗൺസ്ട്രീം ഓർ ഡിപ്പാർച്ചർ വിങ്സ് ആർ ഗിവൺ 3:1 സ്പ്ലേ. ഈ വിങ്സിന് കൊടുക്കുന്ന സ്പ്ലേ നമ്മളിങ്ങനെ സ്ലോപ്പ് വരച്ചില്ലേ, ട്രാൻസിഷൻ കർവ് വരച്ചു, അതിന് സ്പ്ലേ കൊടുക്കും. അത് അപ്സ്ട്രീമിൽ കൊടുക്കുന്ന സ്പ്ലേ, അതായത് കോൺട്രാക്ഷൻ ട്രാൻസിഷൻ കൊടുക്കുന്ന സ്പ്ലേ 2:1 ഡൗൺസ്ട്രീമിൽ കൊടുക്കുന്ന സ്പ്ലേ എക്സ്പാൻഷൻ ട്രാൻസിഷന് 3:1 കൊടുക്കും. ഇനി ഈ ട്രാൻസിഷൻ വരുന്ന അവിടുത്തെ വിട്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ട്രാൻസിഷൻ വരുന്ന അടുത്ത് ഓരോ സെക്ഷനിൽ വരുന്ന വിട്ട് BX is equal to BN BF LF divided by LF BN minus BF into X. അതായത് ട്രാൻസിഷൻ വരുന്നതിൽ ഓരോ ട്രാൻസിഷന്റെ ത്രൂ ഔട്ട് ദ ട്രാൻസിഷൻ നമ്മൾ ഓരോ പർട്ടിക്കുലർ സെക്ഷൻ എടുക്കുമ്പോൾ അവിടുത്തെ വിട്ട് എത്രയാണെന്നാണ് ഈ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത്. നമുക്കൊരു ഫ്ലൂംഡ് വിട്ടും നോർമൽ കനാൽ വിട്ടും ഉണ്ട്. അതിന്റെ ഇടയിൽ ഓരോ സെക്ഷനിൽ എത്ര വിട്ട് ഉണ്ടാവും എന്നുള്ളത് ഈ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ആ വിട്ടാണ് BX എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതില് ഈ BN എന്ന് പറയുന്നത് നോർമൽ വിട്ട്, LF എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ട്രാൻസിഷൻ. LF is the length of transition. ട്രാൻസിഷന്റെ ലെങ്ത് LF, BN എന്ന് പറയുന്ന നോർമൽ വിട്ട്. ഇനി BF എന്ന് പറയുന്ന ഫ്ലൂംഡ് വിട്ട്. ഈ BF എന്നുള്ള ടേം ആണ് ഫ്ലൂംഡ് വിട്ട്. X എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം എൻഡ് ഓഫ് ഫ്ലൂമിംഗ്. ഫ്ലൂമിംഗ് തീരുന്നിടത്തു നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഫ്രം എൻഡ് ഓഫ് ഫ്ലൂമിംഗ്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇങ്ങനെ ഫ്ലൂം ചെയ്ത് പോയിട്ടാണ് ഈ നോർമൽ വിഡ്ത്ത്. സോ ഇവിടെയാണ് ഫ്ലൂമിംഗ് തീരുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു സെക്ഷൻ എടുക്കുവാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് X, എന്നിട്ട് ഈ പറയുന്ന ഇതാണ് BX. അതായത് ഫ്ലൂമിംഗ് തീരുന്ന അടുത്തുനിന്ന് നോർമൽ വിഡ്ത്തിലോട്ട് പോകുമ്പോൾ നമ്മൾ അറ്റേ സെക്ഷൻ X എത്ര വിഡ്ത്ത് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ഫോർമുല യൂസ് ചെയ്യുന്നത്.
സോ അപ്സ്ട്രീം ട്രാൻസിഷന് 2:1 സ്പ്ലേയും ഡൗൺസ്ട്രീം ട്രാൻസിഷന് 3:1 സ്പ്ലേയും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഡിസൈൻ ഓഫ് ട്രഫ്, ഡിസൈൻ ഓഫ് കനാൽ ട്രഫ്. അതിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് എത്ര കമ്പാർട്ട്മെന്റ്സ് വേണം, ഫ്ലോർ തിക്നെസ്സും വാൾ തിക്നെസ്സും, പിന്നെ ഫ്രീ ബോർഡ് എത്ര പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന നമ്പർ ഓഫ് കമ്പാർട്ട്മെന്റ്സ്, പിന്നെ ഫ്ലോർ ആൻഡ് വാൾ തിക്നെസ്, floor and wall thickness, number of compartments കണ്ടുപിടിക്കണം, floor and wall thickness കണ്ടുപിടിക്കും, പിന്നെ ഫ്രീ ബോർഡ് എത്ര ഫ്രീ ബോർഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും, അതനുസരിച്ച് റോഡിന്റെ പൊസിഷൻ. ഇതൊക്കെയാണ് ഡിസൈൻ ഓഫ് കനാൽ ട്രഫ്. ഈ സ്റ്റെപ്സ് ഒന്നും നിങ്ങൾ കാണാൻ പഠിക്കട്ടെ, ഇത് ഉറഞ്ഞിരുന്നാൽ മതി. സ്റ്റെപ്സ് ആയിട്ട് ചോദിക്കില്ല, ഡിസൈൻ ആണ് നിങ്ങൾക്ക് ചോദിക്കുന്നത്. അപ്പൊ ഡിസൈനിനകത്ത് നിങ്ങൾ ഈ സ്റ്റെപ്സ് ഉപയോഗിച്ച് തന്നിരിക്കുന്ന ഡേറ്റ വെച്ച് ഒരു അക്വിഡക്റ്റിന്റെ ഹൈഡ്രോളിക് പോർട്ടൽ ഡിസൈൻ മൊത്തം ചെയ്യണം. സ്ട്രക്ചറൽ പാർട്ട് ചെയ്യേണ്ട ഹൈഡ്രോളിക്സ് ആസ്പെക്ട്സ് വെച്ചിട്ടുള്ള ഡിസൈൻ എല്ലാം ചെയ്തിട്ട് പ്ലാനും സെക്ഷനും വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം.